ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഫെഡറൽ ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ഫെഡ്മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആദ്യം ആൻഡ്രോയിഡിലാണ് വന്നിരുന്നത്, എന്നാൽ ഇപ്പോൾ iOS ഈ ഒരു അപ്ഡേറ്റ് ലഭ്യമായിട്ടുണ്ട്. ഫെഡ്മൊബൈൽ ആപ്പിൻ്റെ ഏറ്റവും പുതിയ വേർഷനിൽ നമുക്ക് പുതിയ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി നോക്കാം. വീഡിയോയിലൂടെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫെഡ്മൊബൈൽ ആപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മെയിൻ ഇൻ്റർഫേസിൽ തന്നെ സ്കാൻ ആൻഡ് പേ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആപ്പ് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഹോം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടുതലായി UPI പേയ്മെൻറ്റ് നടത്തുന്നവരാണ്. അപ്പോൾ അതിനൊന്നുകൂടി എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയായിരിക്കും ഈ ഒരു സംവിധാനം മെയിൻ സ്ക്രീനിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള മെയിൻ ഫീച്ചർ ഇത് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു mpin എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് അതൊന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. പഴയ വേർഷനെ അപേക്ഷിച്ച് ഇത് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒരു ലുക്കിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഒന്നുകൂടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ മുകൾ വശത്തായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ നേരെയുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബാലൻസ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കാണാവുന്നതാണ്. നമ്മുടെ അക്കൗണ്ട് നമ്പറിന് താഴെയായിട്ട് ഇവിടെ ഫെഡ് ബുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. ശേഷം നമുക്ക് ഇവിടുന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാക്കിലോട്ട് വരാം. ഒരു ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഉള്ളത് ഓൾ അക്കൗണ്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ അക്കൗണ്ടുകൾ ഉള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാ അക്കൗണ്ടുകളും അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് ഡെബിറ്റ് കാർഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡെബിറ്റ് കാർഡ് മെനു ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. എനാബിൾ ഓർ ഡിസേബിൾ കാർഡ്, മാനേജ് ട്രാൻസാക്ഷൻ ലിമിറ്റ്, സെറ്റ് ന്യൂ പിന്ന് ഓർ ചേഞ്ച് പിന്ന്, ഫെഡറൽ റിവാർഡ്സ്, സെറ്റ് ആസ് ഡീഫോൾട്ട്, ബ്ലോക്ക് ദിസ് കാർഡ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പഴയ വേർഷനിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഇവിടെ ഫെഡറൽ റിവാർഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് പുതിയ വേർഷനിൽ. ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും ആ ഒരു ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വരാം. ഇവിടെ ഇനി അടുത്ത ഓപ്ഷനുള്ള ക്രെഡിറ്റ് കാർഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്കിവിടെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് അപ്ലൈ ഫോർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനാണുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും ആ ഒരു ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വരാം. ഈ ഒരു മെയിൻ ഇൻ്റർഫേസിൽ കൊടുത്തുള്ള എത്രയോ ഓപ്ഷൻസ്, ഫെഡ് ബുക്ക്, ഓൾ അക്കൗണ്ട്സ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ഒരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ മെയിൻ ഇൻ്റർഫേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മുമ്പ് ഈ ഓപ്ഷൻസ് ഒക്കെ പ്രൊഫൈൽ ഐക്കണിലാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത സെക്ഷനിലായിട്ട് വരുന്നത് ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ സെൻഡ് ടു അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷനാണിത്. അടുത്ത ഓപ്ഷൻ വരുന്നത് സ്കാൻ ആൻഡ് പേ എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊക്കെ അറിയാം, നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി സഹായിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് സെൻഡ് ടു മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കോൺടാക്ട്സ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്തുള്ള ഒരു കോൺടാക്റ്റിലേക്ക് നമുക്കൊരു UPI പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണത്. ശേഷം ഇവിടെ അടുത്ത ഓപ്ഷൻ ഉള്ളത് മോർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അതിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കാണാം. സെൻഡ് ടു UPI ID, സെൻഡ് ടു സെൽഫ് അക്കൗണ്ട്, സെൻഡ് ടു MMID തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശേഷം അതിന് താഴെയായിട്ട് അതർ ബാങ്കിങ് സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ മാനേജ് ബെനിഫിഷ്യറി, പേയ്മെൻറ്റ് റിക്വസ്റ്റ്, വ്യൂ ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ്സ്, അക്കൗണ്ട് സമ്മറി തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അതിന് താഴെയായിട്ടുള്ളത് ഇവിടെ കുറച്ച് പരസ്യങ്ങൾ വരുന്നതൊക്കെയാണ്. അതിന് താഴെയായിട്ട് ക്വിക്ക് ലിങ്ക്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിലിവിടെ വലതുവശത്തായിട്ട് എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ മുകൾ ഭാഗത്ത് നമുക്ക് കാണാം സെലക്റ്റഡ് ലിങ്ക്സ് എന്നുള്ളത്. ഇവിടെ നമുക്ക് ക്വിക്ക് ലിങ്ക്സ് ആയിട്ട് 4 ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ നിലവിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് ബ്രോഡ്ബാൻഡ്, സെൻഡ് ടു MMID, ഫ്ലൈറ്റ്സ്, DTH എന്നിങ്ങനെയുള്ളതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്നത്. ഇനി നമുക്കത് മാറ്റി നമുക്ക് വേണ്ട പുതിയ 4 മെനു ഓപ്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പഴയ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് വേണ്ട 4 ഓപ്ഷൻസ് നമ്മൾ പുതുതായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള അപ്ഡേറ്റ് ക്വിക്ക് ലിങ്ക്സ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ക്വിക്ക് ലിങ്ക്സ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് റീചാർജ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് മൊബൈൽ റീചാർജ്, DTH, ഡാറ്റ കാർഡ്, ഫാസ്ടാഗ് തുടങ്ങിയവയൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അതിലാണ് വരുന്നത്. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് പേ ബിൽസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മോർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും.
ബിൽ പേയ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ ഹോം എന്നുള്ളതിന് അടുത്തായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളതും ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ചെയ്യുന്നത്. ശേഷം ഇനി അടുത്ത ഓപ്ഷൻ മെയിൻ ഓപ്ഷനായിട്ട് വന്നുള്ളത് BIM UPI എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് QR കോഡ് മുഖേന സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നതിനൊക്കെയുള്ള UPI പേയ്മെൻറ്റുകൾ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. ശേഷം അടുത്ത ഓപ്ഷനായി വന്നുള്ളത് ലോൺസ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അവിടെയുള്ള ലോണുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ശേഷം അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ്. അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് വീണ്ടും ഒരു ഹോം പേജിലോട്ട് തന്നെ വന്ന് അവിടെ പ്രൊഫൈൽ ഐക്കണിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിലുള്ള ഓപ്ഷൻസൊക്കെ പഴയതുപോലെ തന്നെ അതിൽ നമുക്ക് ആപ്പ് ലാംഗ്വേജ് ഒന്ന് നോക്കാം. ആപ്പ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി തുടങ്ങി 3 ലാംഗ്വേജ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശേഷം ഇത് നമുക്ക് വീണ്ടും ക്ലോസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വരാം. പുതിയ അപ്ഡേറ്റിൽ ഈ ഓപ്ഷൻസൊക്കെ മെയിൻ സ്ക്രീനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നമ്മൾ ഡെബിറ്റ് കാർഡ് ഓപ്ഷൻസിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതിന് പകരം പ്രൊഫൈൽ ഐക്കണിൽ ഓപ്പൺ ആയി അതിന് ശേഷമാണ് ഡെബിറ്റ് കാർഡ് സെക്ഷനിലോട്ട് പോകുന്നത്. ഈ ഒരു ബഗ്ഗാണ് ഞാനിതിൽ കണ്ടിട്ടുള്ളത്. ഇനി മറ്റെന്തെങ്കിലും ഇതുപോലുള്ള ബഗ്ഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.